സമരം തുടങ്ങി 18-ാം ദിവസവും ആശാവർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചു. എന്നാൽ തങ്ങളുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ. ദിവസവേതനം 700 രൂപയായി ഉയർത്തണമെന്നും വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നതും സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, സമരം തുടങ്ങി 18-ാം ദിവസമാണ് ആശാവർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സമരവുമായി ഇവർ വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജെനി, ഉറപ്പാണ് സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. കാരണം അവർ പ്രധാനമായും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാവും പകലും ഈ പൊരിഞ്ഞ വെയിലത്ത് സമരം നടത്തുന്നത്. അതിലവർ ഇൻസെന്റീവ്സ്, ഒപ്പം തന്നെ ഓണറേറിയം, അത് കുടിശ്ശികയുണ്ട്. കുടിശ്ശികയ്ക്കപ്പുറത്തേക്ക് ആ ഓണറേറിയമായി നൽകുന്നത് ദിവസവേതനം വളരെ തുച്ഛമാണ്. 230 രൂപയാണ് ദിവസവേതനം. അത് ഉയർത്തുക, അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കുക ദിവസവേതനം. അങ്ങനെ മാസം 21,000 രൂപ എന്ന രീതിയിലാക്കുക ആ ഓണറേറിയം. ഒപ്പം തന്നെയും ഇവർ വിരമിക്കുന്ന നിരവധി ആശാവർക്കർമാരാണ്. അതായത് 50 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഏറെക്കുറെ ആശാവർക്കർമാർ ഭൂരിഭാഗവും പേരും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ഇവർ വിരമിക്കുമ്പോൾ വെറും കൈയോടെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ ഇവർക്ക് നൽകുക, ഒപ്പം തന്നെയും ആശാവർക്കർമാർക്ക് പെൻഷൻ അനുവദിക്കുക, ഈ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുടിശ്ശിക, ഓണറേറിയമായി 3 മാസത്തെ കുടിശ്ശിക, ഇൻസെന്റീവ്സ് ഓണറേറിയം അനുവദിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടുവെങ്കിലും അത് ഈ സമരത്തിന്റെ ഈ 18 ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ഈ സമരത്തിന്റെ വിജയമായി തന്നെ കാണുന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും സർക്കാർ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കി അത് ഉത്തരവായി തന്നെ ഇറക്കണം. ആ ഉത്തരവായി ഇറക്കുന്നതുവരെയും തങ്ങൾ ഈ സമരവേദിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് സമരക്കാർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ഇപ്പോൾ ഈ ഓണറേറിയ കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും അനുവദിച്ച സർക്കാരിന്റെ നീക്കത്തെയും ആ സർക്കാരിന്റെ തീരുമാനത്തെയും സമരക്കാർ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരമുണ്ടായി അത് ഉത്തരവായി തന്നെ ഇറക്കണം. അങ്ങനെ ഉത്തരവിറക്കാതെ അത് കൈപ്പറ്റാതെ തങ്ങൾ ഇത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിനിടെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെയും ഒരു ബദൽ മാർഗവുമായി സമരക്കാരെ നേരിടാൻ മറ്റൊരു തന്ത്രം എന്ന രീതിയിൽ CITUവിനെ അണിനിരത്തിയും ആശാവർക്കർമാരുടെ ബദൽ വിഭാഗം എന്ന രീതിയിൽ, വിമത വിഭാഗമായ രീതിയിൽ CITU വിഭാഗത്തെ രംഗത്തിറക്കി പല ഭാഗങ്ങളും സമരമൊക്കെ നടത്തുന്നുണ്ട്. നാളെ തിരുവനന്തപുരത്തും ആ രീതിയിൽ സമരം നടത്താൻ ഇവർ CITU സംഘടന നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നു, മറുഭാഗത്ത് ഈ ആനുകൂല്യം കുടിശ്ശിക നൽകി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നു. പക്ഷെ അപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി വിവിധ UDFന്റെയും BJPയുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തന്നെയും പ്രവർത്തകർ ദിവസവും സമരവേദിയിലേക്ക് എത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇത് അംഗീകരിക്കുന്ന ഉത്തരവായി ഇറക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആശാവർക്കർമാർ.